നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി അഖില ഭാരത ഭാഗവത മഹാസത്രത്തിന് ആലപ്പുഴ കലവൂർ മാരൻകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ വിപുലമായ ഒരുക്കങ്ങൾ. ഏപ്രിൽ 3 മുതൽ 14 വരെയാണ് സത്രം നടക്കുന്നത്. ആരംഭ ദിവസം 16,008 ഗോപികമാർ അണിനിരക്കുന്ന ഗോപികാ സംഗമം നടക്കും. കുട്ടനാട് മാമ്പുഴക്കരിയിൽ വയോധികയെ കെട്ടിയിട്ട് സ്വർണവും പണവും കവർന്ന സംഭവം. സ്വർണം സംബന്ധിച്ച അവ്യക്തത. ലഭിച്ച സ്വർണം മുക്കുപണ്ടമാണെന്ന പ്രതികളുടെ മൊഴി. ആലപ്പി കാത്തലിക് അഭിഷേകാഗ്നി കൺവെൻഷൻ മാർച്ച് 28 മുതൽ 30 വരെ. ആലപ്പുഴ പഴവങ്ങാട് മാർസ്ലീവ ഫൊറോന പള്ളിയിലാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചിട്ടുള്ളത്. അർത്തുങ്കൽ ഫിഷിംഗ് ഹാർബർ നിർമ്മാണം പൂർത്തിയാക്കാത്തതിൽ പ്രതിഷേധം. അർത്തുങ്കൽ ഹാർബർ എഞ്ചിനീയറിംഗ് ഓഫീസിലേക്ക് മത്സ്യത്തൊഴിലാളികൾ മാർച്ചും ധർണയും നടത്തി. തണ്ണീർമുക്കം ബണ്ട് തുറക്കുന്നത് ഉൾപ്പെടെയുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ധീവരസഭ പ്രക്ഷോഭത്തിലേക്ക്. തണ്ണീർമുക്കം പ്രോജക്ട് ഓഫീസിന് മുന്നിൽ നടന്ന ധർണാ സമരത്തിൽ നൂറുകണക്കിന് ആളുകൾ അണിനിരന്നു. പ്രസിദ്ധമായ ചേർത്തല കടക്കരപ്പള്ളി കണ്ടമംഗലം ശ്രീ രാജരാജേശ്വരി മഹാക്ഷേത്രത്തിലെ മഹോത്സവത്തിന് ഭക്തി നിർഭരമായ തുടക്കം. ബ്രഹ്മശ്രീ ജിതിൻ ഗോപാൽ തന്ത്രികൾ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. ഏപ്രിൽ 2 സമാപിക്കും. വാർത്തകൾ വിശദമായി. അഖില ഭാരത ഭാഗവത മഹാസത്രത്തിന് ആലപ്പുഴ കലവൂർ മാരൻകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ വിപുലമായ ഒരുക്കങ്ങൾ. ഏപ്രിൽ 3 മുതൽ 14 വരെയാണ് അഖില ഭാരത ഭാഗവത മഹാസത്രം സംഘടിപ്പിച്ചിട്ടുള്ളത്. ആദ്യ ദിവസം 16,008 ഗോപികമാർ അണിനിരക്കുന്ന ഗോപികാ സംഗമം നടക്കും. ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. ഈ 42ാമത് ഭാഗവത മഹാസത്രത്തിൻ്റെ തുടക്കം കുറിക്കുന്നത് ഇത് 3-ാം തീയതി ഏപ്രിൽ 3 മുതൽ വിഷുദിനമായ ഏപ്രിൽ 14 വരെ 12 ദിവസം നീണ്ടു നിൽക്കുന്നതാണ്. ചിലർക്കൊക്കെ ഒരു സംശയം തോന്നാം, ഈ സത്രവും നമ്മളെപ്പോഴും സപ്താഹവും തമ്മിൽ പലരും അത് തെറ്റിദ്ധരിക്കാറുണ്ട്. സപ്താഹം എന്ന് പറയുമ്പോഴത്തേക്ക് ഭാഗവതം വായിക്കുന്നു മാത്രമേ ഉള്ളൂ. ഇതല്ല. ഭാഗവതത്തിനെ സംബന്ധിച്ചുള്ള പാരായണത്തിന് പുറമെ പ്രഭാഷണങ്ങൾ ഓരോ തീമിനെ ആശ്രയിച്ച് നമുക്കിപ്പോൾ പലർക്കും അറിയാം, പല മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഭഗവത്ഗീതയും അതുപോലെ ഭാഗവതത്തിലേക്ക് പല സബ്ജക്റ്റിനെ സംബന്ധിച്ച് മാനേജ്മെന്റ് സ്റ്റഡീസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പല വിവിധ വശങ്ങളെ സംബന്ധിച്ചുള്ള പ്രഭാഷണങ്ങളും ആശയ സംവാദത്തിന് ഉതകുന്ന രീതിയിലുള്ളതാണ്. നമുക്ക് ഒരു വശത്തിന് റേഡിയോ പോലെ പറഞ്ഞു പോകുന്നതല്ല, തിരിച്ച് സംശയം ചോദിക്കുവാനും സംശയ നിവൃത്തി വരുത്തുവാനും ഒക്കെയുള്ള അവസരമുണ്ടാകും. ഇപ്പം നമ്മൾ ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖുവാണ് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുക. അത് പ്രതിപക്ഷ നേതാവും പങ്കെടുക്കും. പിന്നെ ഡോക്ടർ KS രാധാകൃഷ്ണൻ, മുമ്പ് നമ്മുടെ കാലടി സർവകലാശാല സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലറായിരുന്ന അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി രാജേശ്വരി അന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. 42ാമത് അഖില ഭാരത ശ്രീമദ് ഭാഗവത മഹാസത്രം 2025 ഏപ്രിൽ 3 മുതൽ 14 വരെ ആലപ്പുഴ കലവൂർ മാരൻകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ നടത്തുന്നു. 2025 ഏപ്രിൽ 3-ാം തീയതി രാവിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെ ചടങ്ങുകൾ ആരംഭിക്കും. 7 മണിക്ക് വിഷ്ണു സഹസ്രനാമജപം, ഭാഗവത മഹാത്മ്യ പാരായണം. ഉച്ചയ്ക്ക് 3-ന് 16,008 ഗോപികമാരും ആബാലവൃദ്ധം ജനങ്ങളും പങ്കെടുക്കുന്ന ഗോപികാ സംഗമവും നടക്കും. പ്രശസ്ത സിനിമാ താരം നവ്യ നായർ സംഗമത്തിൽ പങ്കെടുക്കും. തുടർന്ന് ഗുരുവായൂരപ്പൻ്റെ ചിത്രകാരൻ ആർട്ടിസ്റ്റ് നന്ദൻപിള്ള ഉണ്ണിക്കണ്ണനെയും ഗോപികമാരെയും ലൈവായി വരയ്ക്കും. വൈകിട്ട് 5 മണിക്ക് സത്ര സമാരംഭ സഭ ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖു ഉദ്ഘാടനം ചെയ്യും. മുഖ്യ രക്ഷാധികാരിയും ആലപ്പുഴ MP-യുമായ KC വേണുഗോപാൽ, ഡോക്ടർ KS രാധാകൃഷ്ണൻ എന്നിവർ പങ്കെടുക്കും. ക്ഷേത്രവേദിയുടെ ദർശനം മനുഷ്യ മനസ്സുകളിൽ അത്യന്തം അപൂർവമായ ഊർജ്ജപ്രസര വേദിയാണ് സദസ്സ്. പൂർണ്ണമായും ചെമ്പുപാടുകൾ പൊതിഞ്ഞ അതീവ ഊർജ്ജപ്രസരണമാണ് വേദിയിൽ നിന്ന് ഉദ്ഭവിക്കുന്നതെന്നും സംഘാടകരായ അഡ്വക്കേറ്റ് PS ശ്രീകുമാർ, ജനറൽ കൺവീനർ KK ഗോപകുമാർ, വർക്കിംഗ് ചെയർമാൻ P വെങ്കട്ടരാമയ്യർ, ഡോക്ടർ KV സരസ്വതി, ഗോപികാ സംഘം ചെയർപേഴ്സൺ TN പത്മകുമാരി ടീച്ചർ, സത്രസമിതി സെക്രട്ടറി TG പത്മനാഭൻ നായർ, ട്രഷറർ S ശ്രീനി, കൺവീനർ VP ബാലകൃഷ്ണൻ, അഡ്വക്കേറ്റ് മനോജ് കുമാർ എന്നിവർ ആലപ്പുഴയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ടൈം ന്യൂസ്, ആലപ്പുഴ. ആലപ്പുഴ മാമ്പുഴക്കരിയിൽ വയോധികയെ കെട്ടിയിട്ട് സ്വർണവും പണവും അപഹരിച്ച സംഭവം. സ്വർണത്തെ സംബന്ധിച്ച അവ്യക്തത. ലഭിച്ചത് മുക്കുപണ്ടമാണെന്ന പ്രതികൾ പോലീസിന് മൊഴി നൽകി. ആലപ്പുഴ കുട്ടനാട് മാമ്പുഴക്കരിയിൽ ഗൃഹനാഥയെ കെട്ടിയിട്ട് കവർച്ച നടത്തിയ കേസിൽ അറസ്റ്റിലായ പ്രതികളെ ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്തിട്ടും നഷ്ടപ്പെട്ട സ്വർണം സംബന്ധിച്ചുള്ള തുമ്പൊന്നും ലഭിച്ചില്ല. കേസിലെ പ്രധാന പ്രതിയായ നെയ്യാറ്റിൻകര ആറാലുമൂട് തുടിക്കോട്ടുകോണം വീട്ടിൽ ദീപയെയും മകൻ അഖിലിനെയുമാണ്
തിങ്കളാഴ്ച ഒന്നിച്ചിരുത്തി പോലീസ് ചോദ്യം ചെയ്തത്. എടുത്ത ആഭരണങ്ങൾ മുക്കുപണ്ടമാണെന്നും ഇത് കളഞ്ഞതായുമാണ് പ്രതികൾ പോലീസിനോട് പറഞ്ഞത്. ഫെബ്രുവരി 19-നാണ് മാമ്പുഴക്കരി വേലിക്കെട്ടിൽച്ചിറ വീട്ടിൽ കൃഷ്ണമ്മയെ കെട്ടിയിട്ട് മോഷണം നടത്തിയത്. 3.5 പവൻ സ്വർണവും 36,000 രൂപയും ATM കാർഡും ഓട്ടുപാത്രങ്ങളും അടക്കം നഷ്ടപ്പെട്ടെന്നാണ് കൃഷ്ണമ്മ പോലീസിനോട് പറഞ്ഞത്. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പ്രതികൾ തിരുവനന്തപുരത്ത് വിറ്റ ഓട്ടുപാത്രങ്ങൾ കണ്ടെടുത്തിരുന്നു. മോഷ്ടിച്ച ATM കാർഡ് ഉപയോഗിച്ച് തിരുവനന്തപുരത്തെ ഗ്രാമീൺ ബാങ്ക് ATM-ൽ നിന്നും പണം പിൻവലിച്ചതും കണ്ടെത്തി. എന്നാൽ സ്വർണം കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. പണയ സ്വർണം തിരിച്ചെടുത്ത് കൊണ്ടുവന്ന് വീട്ടിൽ വെച്ചതാണ് പ്രതികൾ മോഷ്ടിച്ചതെന്നാണ് കൃഷ്ണമ്മ പോലീസിനോട് പറഞ്ഞിരുന്നത്. എന്നാൽ പണയം വെച്ച സ്ഥാപനത്തിൽ അന്വേഷിച്ചപ്പോൾ പണയ സ്വർണം തിരിച്ചെടുത്തിട്ടില്ല എന്നും പലപ്പോഴായി പണയം പുതുക്കുകയാണ് ചെയ്തതെന്നും കണ്ടെത്തി. ചൊവ്വാഴ്ച 11 വരെയാണ് പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. അതിനുള്ളിൽ കേസിൽ വ്യക്തത വരുത്താനുള്ള ശ്രമത്തിലായിരുന്നു പോലീസ്. കേസിൽ അറസ്റ്റിലായ രാജേഷ് മണികണ്ഠൻ ഇപ്പോൾ റിമാൻഡിലാണ്. അതേസമയം കേസിൽ ഉൾപ്പെട്ട ദീപയുടെ മകൾ അഖിലയെയും ഇനിയും പിടികൂടാൻ സാധിച്ചിട്ടില്ല. ടൈം ന്യൂസ്, ആലപ്പുഴ. ആലപ്പി കാത്തലിക് അഭിഷേകാഗ്നി കൺവെൻഷൻ മാർച്ച് 28 മുതൽ 30 വരെ നടക്കും. ആലപ്പുഴ പഴവങ്ങാടി മാർസ്ലീവ ഫൊറോന പള്ളിയിലാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചിട്ടുള്ളത്. ക്രിസ്തു ജനിച്ചിട്ട് 2025 വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ അതുകൊണ്ട് ഈ വർഷം ജൂബിലി വർഷമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പ്രത്യാശയുടെ തീർത്ഥാടകർ എന്ന ആപ്തവാക്യത്തോടുകൂടെ ലോകമാസകലമുള്ള കത്തോലിക്ക സഭാംഗങ്ങൾ ആധ്യാത്മികമായി മുന്നേറുന്ന വർഷമാണിത്. ഈ വിധത്തിൽ ഈ കൺവെൻഷന് വലിയ പ്രാധാന്യമുണ്ട്. ഇത്തവണത്തെ ആലപ്പി കാത്തലിക് കൺവെൻഷന് നേതൃത്വം നൽകുന്നത് അറിയപ്പെടുന്ന ബൈബിൾ പ്രഭാഷകനായ സേവ്യർ ഖാൻ വട്ടായിലച്ചനാണ്. അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ ടീമിൽ 40 അംഗങ്ങളുണ്ട്. സ്ത്രീ പുരുഷന്മാരായി 40 അംഗങ്ങളുണ്ട്. അവരെല്ലാവരും ഈ 3 ദിവസങ്ങളിൽ ഇവിടെ താമസിച്ച് ഈ കൺവെൻഷന് നേതൃത്വം നൽകുകയാണ്. ഈ കൺവെൻഷൻ്റെ രക്ഷാധികാരി അഭിവന്യ ജെയിംസ് ആനാപറമ്പിൽ പിതാവാണ്. അദ്ദേഹത്തിൻ്റെ ആഗ്രഹവും നിർദ്ദേശങ്ങളും അനുസരിച്ചാണ് ഞങ്ങൾ വൈദികരും അൽമായരുമായിട്ടുള്ള ആളുകൾ ഈ ഒരു കൺവെൻഷന് നേതൃത്വം നൽകുന്നത്. വർഷങ്ങളായി നടന്നുവരുന്ന ആലപ്പി കാത്തലിക് കൺവെൻഷൻ ഈ വർഷം ആലപ്പി കാത്തലിക് അഭിഷേകാഗ്നി കൺവെൻഷൻ എന്ന പേരിൽ മാർച്ച് 28, 29, 30 തീയതികളിൽ ആലപ്പുഴ പഴവങ്ങാടി മാർസ്ലീവ ഫൊറോന തീർത്ഥാടന പള്ളിയിൽ നടക്കും. 3 ദിവസങ്ങളിലായി നടക്കുന്ന കൺവെൻഷന് അനുഗ്രഹീത ബൈബിൾ പ്രഭാഷകൻ ഫാദർ സേവ്യർ ഖാൻ വട്ടായിൽ നേതൃത്വം നൽകും. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള 405 ടീമാണ് കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള വിവിധ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നത്. എല്ലാ ദിവസവും വൈകുന്നേരം 4:30 വിശുദ്ധ കുർബാനയുടെ കൂടെ ശുശ്രൂഷകൾ ആരംഭിക്കും. വിശുദ്ധ കുർബാനയ്ക്ക് മുൻപ് ജപമാലയും നടക്കും. 3 റീത്തുകളിൽപ്പെട്ട വിശുദ്ധ കുർബാന, അഭിവന്ദ്യ പിതാക്കന്മാരുടെ സന്ദേശം, വിശുദ്ധ കുമ്പസാരം, കൗൺസിലിംഗ്, രോഗശാന്തി, വിടുതൽ ശുശ്രൂഷകൾ, വിശുദ്ധ കുർബാനയുടെ ആരാധന എന്നിവയെല്ലാം കൺവെൻഷന്റെ പ്രത്യേകതകളാണ്. 28-ാം തീയതി വെള്ളിയാഴ്ച കൺവെൻഷന്റെ ഉദ്ഘാടനം ആലപ്പുഴ രൂപതയുടെ മെത്രാനും കൺവെൻഷന്റെ രക്ഷാധികാരിയുമായ റൈറ്റ് ഡോക്ടർ ജെയിംസ് റാഫേൽ ആനാപറമ്പിൽ നിർവഹിക്കും. വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോയ് പുത്തൻവീട്ടിൽ, ഫാദർ ഫ്രാൻസിസ് കൊടിയനാട്, ഫാദർ രഞ്ജിത്ത് മടത്തിപ്പറമ്പിൽ, ഫാദർ സിറിയക് കോട്ടയിൽ എന്നിവർ പ്രസംഗിക്കും. കൺവെൻഷന് വിപുലമായ ഒരുക്കങ്ങളാണ് പഴവങ്ങാടി പള്ളി മൈതാനത്ത് ഒരുക്കിയിട്ടുള്ളതെന്ന് ഫാദർ സിറിയക് കോട്ടയിൽ, ഫാദർ ഫ്രാൻസിസ് കൊടിയനാട്, ഫാദർ രഞ്ജിത്ത് മടത്തിപ്പറമ്പിൽ, ഫാദർ വിപിൻ കട്ടത്തറ, ഫാദർ മൈക്കിൾ വെട്ടുകല്ലിൽ, സിറിയക് കുര്യൻ വള്ളവന്തറ, സിറിയക് ജോൺ വള്ളവന്തറ, സിനോജ് ജോസഫ്, ജോയിച്ചൻ പ്ലൂണിയിൽ, വിവിധ കമ്മിറ്റി കൺവീനർമാർ എന്നിവർ ആലപ്പുഴയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ടൈം ന്യൂസ്, ആലപ്പുഴ. അർത്തുങ്കൽ ഫിഷിംഗ് ഹാർബറിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാത്തതിൽ പ്രതിഷേധം. അർത്തുങ്കൽ ഹാർബർ എഞ്ചിനീയറിംഗ് ഓഫീസിലേക്ക് മത്സ്യത്തൊഴിലാളികൾ മാർച്ച് നടത്തി. അർത്തുങ്കൽ ഫിഷിംഗ് ഹാർബർ നിർമ്മാണം പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട കേരള സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷന്റെ നേതൃത്വത്തിൽ അർത്തുങ്കൽ ഹാർബർ എഞ്ചിനീയറിംഗ് ഓഫീസിലേക്ക് മത്സ്യത്തൊഴിലാളികൾ മാർച്ചും ധർണയും നടത്തി. 4 നൂറ്റാണ്ടിനുള്ളിൽ ഈ മുന്നണികളും മാറി മാറി ഭരിച്ചിട്ടും അർത്തുങ്കൽ ഹാർബറിന്റെ പുലിമുട്ടുകളുടെ നിർമ്മാണം പൂർത്തീകരിക്കാത്തത് മത്സ്യത്തൊഴിലാളികളോടുള്ള അവഗണനയാണെന്നും കേന്ദ്ര സർക്കാർ പുലിമുട്ടിനായി 165 കോടി രൂപ അനുവദിച്ചിട്ടും സാങ്കേതികതയുടെ പേര് പറഞ്ഞ സംസ്ഥാന സർക്കാർ നിർമ്മാണം വൈകിക്കുന്നത് ദുരൂഹമാണെന്നും ഇതിനെതിരെ ശക്തമായ തുടർ സമരങ്ങളുമായി മുന്നോട്ട് പോകുമെന്നും സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസ്ഥാന പ്രസിഡന്റ് ജാക്സൺ പൊള്ളയിൽ പറഞ്ഞു. ഈ അർത്തുങ്കൽ ഹാർബർ ഓഫീസ് ഒരു സമര പോയിന്റായിട്ട് മാറുകയാണ്. ഇന്നു മുതൽ ഇതിനകത്തിന് സുഖമായിട്ടിരുന്ന് ഭരിക്കാമെന്ന് ഒരു ഉദ്യോഗസ്ഥനും വിചാരിക്കേണ്ട. ഇവിടെ ഹാർബർ നിർമ്മിക്കേണ്ടതിന് പകരം ഇവിടെ വന്നിരിക്കുന്നത് കക്കൂസും ഐസ് പ്ലാന്റും ഒക്കെ ആണെങ്കിൽ അതൊക്കെ കമ്മീഷൻ പറ്റാനുള്ള പദ്ധതികൾക്കപ്പുറം ഞങ്ങളുടെ വികസനമല്ല എന്ന് തിരിച്ചറിയുവാനുള്ള വിവേകമൊക്കെ ഞങ്ങൾക്കുണ്ട്.
കാര്യം ഒരു ഹാർബറിൽ പോലും ഹാർബർ നിർമ്മാണം പൂർത്തീകരിക്കാതെ ഒരു വികസന പദ്ധതികളും സാമൂഹിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താനുള്ള ഒരു വികസന പദ്ധതികളും വന്നിട്ടില്ല. ഇവിടെ പുലിമുട്ട് നിർമ്മാണം പൂർത്തീകരിക്കാതെ ഐസ് പ്ലാന്റ്, എന്തിനാണ് ഐസ് പ്ലാന്റ്? ഐസ് പ്ലാന്റ് അടുത്ത 3-4 മാസത്തിനുള്ളിൽ ടെൻഡർ നടപടി സ്വീകരിക്കും. കാര്യം എന്താണ്? ഏതെങ്കിലും കാശുള്ള മുതലാളി എടുക്കും. അർത്തിങ്കൽ ഹാർബർ നിർമ്മിച്ചില്ലെങ്കിലും ഇവിടുന്ന് ഐസ് കച്ചവടം നടത്താം, അവർക്ക് കാശുണ്ടാക്കാം. ഇവർക്കും അതൊക്കെ അങ്ങ് മനസ്സിൽ വെച്ചാൽ മതി. അർത്തിങ്കൽ പുലിമുട്ട് നിർമ്മാണം പൂർത്തീകരിക്കാതെ ഇവിടുത്തെ ഐസ് പ്ലാന്റ് നിർമ്മാണമോ മറ്റൊരു പദ്ധതി ഉദ്ഘാടിക്കാനോ ആയിട്ടും ആർക്കെങ്കിലും ടെൻഡർ കൊടുക്കാനായിട്ടും ഒരു ഉദ്യോഗസ്ഥനും ഈ കടപ്പുറത്തേക്ക് വരണ്ടെന്ന് ഞാൻ ആർജവത്തോട് പറയുകയാണ് പ്രിയമുള്ളവരെ. അത് ഞങ്ങൾ സമ്മതിക്കത്തില്ല. കാര്യം ഞങ്ങൾ അത്രയും ക്ഷമിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ പറയാണ്, ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരോടുള്ള സേവയൊക്കെ വെച്ചുകൊണ്ട് പറയാണ്, ഇനി മുതൽ ഇതൊരു സമര പോയിന്റ് ആണ്. അനിശ്ചിതകാല സമരത്തിലേക്ക് ഞങ്ങൾ നീങ്ങിയാണ്. എന്ന് ഹാർബർ നിർമ്മാണം ഇവിടെ തുടങ്ങുന്നു അതുവരെ ഇവിടെ സമര പോയിന്റ് ആയിരിക്കും. ജില്ലാ പ്രസിഡന്റ് രാജു ആശ്രയം അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി ആന്റണി കുരിശിങ്കൽ, കമ്മിറ്റി അംഗങ്ങളായ സിബി ഡാനിയൽ, ഷാജി പീറ്റർ, ജിജോ ഫ്രാൻസിസ്, ഔസേബ് പള്ളിക്കത്തയിൽ എന്നിവർ സംസാരിച്ചു. രാവിലെ 11 മണിക്ക് 1000 പള്ളിക്ക് സമീപത്തു നിന്ന് ആരംഭിച്ച മാർച്ച് ജോസ് കുഞ്ഞുകോപ്പിൽ പറമ്പിൽ, ഇൻസുലിൽ വലിയ വീട്ടിൽ, ജോബ് കുട്ടൻ, സൈമൺ പുത്തൻപുര, ക്ലമൻ പുത്തൻവീടിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ടൈം ന്യൂസ്, ചേർത്തല. തണ്ണീർമുക്കം ബണ്ടിന്റെ ഷട്ടറുകൾ തുറക്കുന്നതുൾപ്പെടെയുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച ധീവരസഭ പ്രക്ഷോഭത്തിലേക്ക്. തണ്ണീർമുക്കം പ്രോജക്ട് ഓഫീസിന് മുന്നിൽ നടന്ന ധർണയിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. ചേർത്തല തണ്ണീർമുക്കം ബണ്ടിന്റെ ഷട്ടറുകൾ അടിയന്തരമായി തുറക്കുക, പായൽ ഉറവിട സ്ഥാനത്ത് നശിപ്പിക്കുക, വേമ്പനാട്ട് കായൽ സംരക്ഷിക്കുക, ധീവര സമുദായത്തോട് സർക്കാർ കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തി ധീവരസഭ ചേർത്തല താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇറിഗേഷൻ വകുപ്പ് തണ്ണീർമുക്കം പ്രൊജക്ട് ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. ധീവരസഭ സംസ്ഥാന സെക്രട്ടറി NR ഷാജി ഉദ്ഘാടനം ചെയ്തു. ഒരു വിഭാഗം ആൾക്കാർക്ക് വേണ്ടി നിന്നുകൊടുക്കുന്ന ഒരു പ്രവർത്തനമാണ് മാറി മാറി വരുന്ന ഗവൺമെന്റുകൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഡിസംബർ 15-ാം തീയതി അടച്ച് മാർച്ച് 15-ാം തീയതി തുറക്കേണ്ട തണ്ണീർമുക്കം ബണ്ട് ഇതുവരെ ഇവരെ കൃത്യസമയം പാലിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. അത് പാലിക്കപ്പെടുന്നതിന് പ്രധാന കാരണം സമ്മർദ്ദമാണ്. നമുക്ക് നന്നായിട്ട് അറിയാം. ഇവിടുത്തെ സംഘടന ശക്തി എന്നൊക്കെ അവകാശപ്പെടുകയും സമ്പന്നവർഗവുമായ കൃഷിക്കാർക്ക് വേണ്ടി നിൽക്കുമോ, ഇവിടെ പാവപ്പെട്ട ഈ മത്സ്യത്തൊഴിലാളിക്ക് വേണ്ടി നിൽക്കുമോ ഗവൺമെന്റ്? അത് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ. അപ്പോൾ ആ സമ്മർദ്ദത്തിന്റെ ഫലമായിട്ടാണ് കൃത്യസമയത്ത് ഈ ബണ്ട് അടക്കുകയും തുറക്കുകയും ചെയ്യാത്തത്. ഏതായാലും അടക്കുന്നതിനെ സംബന്ധിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും പക്ഷെ ആ വകുപ്പിന്റെ കാഠിന്യം വർദ്ധിക്കുന്ന സമയത്ത് അത് അടച്ചിടാൻ നമ്മൾ സമ്മതിക്കാറുണ്ട്. പക്ഷെ ആ മത്സ്യത്തൊഴിലാളികളുടെ ബുദ്ധിമുട്ട് ഈ ഗവൺമെന്റ് മനസ്സിലാക്കുന്നില്ല. താലൂക്ക് വൈസ് പ്രസിഡന്റ് MR ജയദേവൻ അധ്യക്ഷനായി. സെക്രട്ടറി സുരേഷ് കരിയിൽ, ജില്ലാ സെക്രട്ടറിമാരായ K തങ്കരാജ്, VM ഷാജി, നേതാക്കളായ ശിവദാസ് നാരായണൻ, KM ബാലാനന്ദൻ, ME ഉദയകുമാർ, TK മോഹൻദാസ്, സുലഭ പ്രദീപ്, ദേവദാസ്, MK ദാമോദരൻ, ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. ടൈം ന്യൂസ്, ചേർത്തല. പ്രസിദ്ധമായ ചേർത്തല കടക്കരപ്പള്ളി കണ്ടമംഗലം ശ്രീ രാജരാജേശ്വരി മഹാക്ഷേത്രത്തിലെ ഉത്സവത്തിന് ഭക്തിനിർഭരമായ തുടക്കം. ബ്രഹ്മശ്രീ ജിതിൻ ഗോപാൽ തന്ത്രികളുടെ നേതൃത്വത്തിൽ കൊടിയേറ്റ് കർമ്മം നടത്തും. 100 കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു. ഏപ്രിൽ 2-ന് സമാപിക്കും. ചേർത്തല കണ്ടമംഗലം രാജരാജേശ്വരി ദേവീക്ഷേത്ര ഉത്സവത്തിന് തുടക്കമായി. ഉത്സവത്തിന് തുടക്കം കുറിച്ച മൂലസ്ഥാനമായ ചെറിയ കണ്ടമംഗലത്ത് നിന്ന് തുടങ്ങിയ ചിക്കര വരവേൽപ്പ് ഘോഷയാത്രയിൽ ചിക്കരക്കുട്ടികളും ഭക്തജനങ്ങളും പങ്കെടുത്തു. തുടർന്ന് ക്ഷേത്രം തന്ത്രി ജിതിൻ ഗോപാലിന്റെ കാർമ്മികത്വത്തിൽ കൊടിയേറി. കൊടിയേറ്റിന്റെ ഭാഗമായി നടത്തിയ മികവ് 2025 ആദരവ് സമ്മേളനം കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VG മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രം പ്രസിഡന്റ് അനിൽകുമാർ അഞ്ചന്തറ അധ്യക്ഷനായി. പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് ടിങ്കുതറ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷിജി, സെക്രട്ടറി രാധാകൃഷ്ണൻ തേറാത്ത, തിലകൻ കൈലാസം, PA ബിനു, KP ആഘോഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ടൈം ന്യൂസ്, ചേർത്തല. പുരോഗമന കലാസാഹിത്യ സംഘം മുഹമ്മ കണ്ണർകാട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ ജനകീയ പ്രതിരോധ ജ്വാല തെളിച്ചു. കലാ സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ പങ്കെടുത്തു. SL പുരം പുരോഗമന കലാസാഹിത്യ സംഘം കണ്ണാർകാട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ ജനകീയ പ്രതിഷേധ ജ്വാല തെളിച്ചു. കലാസാഹിത്യ സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖർ പരിപാടിയിൽ പങ്കെടുത്തു. യോഗത്തിൽ മേഖലാ പ്രസിഡന്റ് സനൽകുമാർ,
അധ്യക്ഷത വഹിച്ചു. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആർ നാസർ പ്രതിരോധ ജ്വാല ഉദ്ഘാടനം ചെയ്തു. ഇതിനകത്ത് മുഴുവൻ ആൾക്കാർക്കും ഇതിനകത്ത് പങ്കാളികളാകാം. എല്ലാവരും ഒരേ മനസ്സിലുകൂടി ഈ ലഹരിയെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ മയക്കുമരുന്നിനെ പ്രതിരോധിക്കുമ്പോഴുള്ള പ്രവർത്തനങ്ങളിൽ ഈ നാടിൻ്റെ ഭാവിയെ ഓർത്തുകൊണ്ടെങ്കിലും ഇതിൽ പങ്കാളികളാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എസ് രാധാകൃഷ്ണൻ, ബി സലീം, ആലപ്പി ഋഷികേശ്, എം സന്തോഷ് കുമാർ, സിസ്റ്റർ ഡോണ, ഡോക്ടർ കെ പ്രകാശൻ, കെ എൻ കാർത്തികേയൻ, പി സാബു, കരുവ മോഹൻ, മുരളീകൃഷ്ണൻ, ദാസപ്പൻ, ഉമാദേവി തുടങ്ങിയവർ സംസാരിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കായംകുളം ടൗൺ യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ മൺമറഞ്ഞുപോയ ആദ്യകാല നേതാക്കളെ അനുസ്മരിച്ചു. ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായിട്ടാണ് സ്മൃതിയാത്ര സംഘടിപ്പിച്ചത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കായംകുളം ടൗൺ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൺമറഞ്ഞ ആദ്യകാല നേതാക്കളെ ആദരിച്ചു. ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ആലപ്പുഴ ജില്ലാ സമ്മേളനം ഏപ്രിൽ 8 മുതൽ 10 വരെ കായംകുളത്ത് നടക്കും. ഇതിനു മുന്നോടിയായി മൺമറഞ്ഞ ആദ്യകാല നേതാക്കളെ അനുസ്മരിച്ച സ്മൃതിയാത്ര നടത്തി. ചിറക്കടവം, ചേരാവള്ളി, എരുവ, പെരിങ്ങാല, കീരിക്കാട് യൂണിറ്റുകളിലെ മൺമറഞ്ഞ ആദ്യകാല നേതാക്കളുടെ സ്മൃതി മണ്ഡപങ്ങളിലെത്തിയാണ് അനുസ്മരിച്ചത്. ചേരാവള്ളി ഇല്ലിക്കുളത്ത് ഇന്ദിരാഭവനത്തിൽ ഇന്ദ്രസേനക്കുറുപ്പ് സാറിന്റെയും ഇന്ദിരാദേവി ടീച്ചറുടെയും സ്മൃതി കുടീരത്തിൽ നിന്നാണ് ആരംഭിച്ചത്. KSSPU ജില്ലാ വൈസ് പ്രസിഡന്റ് ബി രാജീവൻ, മുരളീധരൻ പിള്ള, പൊടിയൻ കണ്ടല്ലൂർ, എ ഇസഹാക്ക് കുഞ്ഞ, കെ ഷറഫുദ്ദീൻ, എ വിക്രമൻ നായർ, ബി ഹരിലാൽ, കെ ഉദയൻ, TK കൃപാനന്ദൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചിറക്കടവം യൂണിറ്റ് സെക്രട്ടറി കെ ഹരികുമാർ കൊട്ടാരം നന്ദി രേഖപ്പെടുത്തി. ടൈം ന്യൂസ്, ആലപ്പുഴ. ലഹരിക്കെതിരെ പൊരുതാൻ യുവജനങ്ങൾ മുന്നിട്ടിറങ്ങണമെന്ന് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ A.A. ഹക്കീം പത്തനാപുരം ഗാന്ധിഭവന്റെ നേതൃത്വത്തിൽ കായംകുളത്ത് സംഘടിപ്പിച്ച ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലഹരിക്കെതിരെ പൊരുതാൻ യുവജനങ്ങൾ മുന്നിട്ടിറങ്ങണമെന്ന് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ A. അബ്ദുൽ ഹക്കീം പറഞ്ഞു. പത്തനാപുരം ഗാന്ധിഭവന്റെ നേതൃത്വത്തിൽ കായംകുളത്ത് സംഘടിപ്പിച്ച ഇഫ്താർ മീറ്റിനോടനുബന്ധിച്ച് ലഹരിക്കെതിരെ പൊരുതാൻ യുവത്വം എന്ന ആശയത്തിൽ സംഘടിപ്പിച്ച ടേബിൾ ടോക്ക് ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആലപ്പുഴ ജില്ലയിലെ യുവജന പ്രസ്ഥാനങ്ങളുടെ നേതാക്കൾ സംസാരിച്ചു. ഗാന്ധിഭവൻ വൈസ് ചെയർമാൻ PS അമൽരാജ് അധ്യക്ഷത വഹിച്ചു. പുതിയ തലമുറയെ നന്മയുടെ വഴിയെ കൈപിടിച്ച് നടത്തുക എന്നുള്ളത് ഗാന്ധിഭവൻ എൻ്റെ തുടക്കകാലം മുതൽ മഹാത്മജിയുടെ പേരിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയിൽ മഹാത്മജി ഉയർത്തിപ്പിടിച്ച സത്യം, ധർമ്മം, ദയ, അഹിംസ, മതേതരത്വം തുടങ്ങിയ കാഴ്ചപ്പാടുകളെ മുൻനിർത്തിക്കൊണ്ടാണ് സമൂഹത്തിന് കഴിയുന്ന തരത്തിലൊക്കെയുള്ള ചർച്ചയിൽ DYFI ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ജെയിംസ് ഷാമുവൽ, AYF ജില്ലാ സെക്രട്ടറി സനൂപ് കുഞ്ഞുമോൻ, യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് നിതിൻ പുതിയിടം, യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഹരിഗോവിന്ദ്, യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് ഷാഫി കാട്ടിൽ, SYS ജില്ലാ പ്രസിഡന്റ് ഹാഷിർ സഖാഫി, SYS ജില്ലാ പ്രസിഡന്റ് നവാസ് H. പാനൂർ, NYC നേതാവ് അൻഷാദ്, വ്യാപാരി വ്യവസായി യൂത്ത് വിംഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് അസീം നാസർ, മാധ്യമപ്രവർത്തകൻ അനസ് ഇർഫാനി, ഭിന്നശേഷി സംഘടനാ ജില്ലാ പ്രസിഡന്റ് അജിത് കൃപാലയം, സന്നദ്ധ പ്രവർത്തകരായ അബ്ദുൽ ജലീൽ, നൌഫൽ താഹ, പ്രഭാഷ് പാലഴി, G. രവീന്ദ്രൻ പിള്ള എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. ലഹരിക്കെതിരെ ആലപ്പുഴ ജില്ലയിൽ യുവജനങ്ങൾ ഒന്നിച്ചു മുന്നിട്ടിറങ്ങണമെന്ന് എല്ലാവരും ആഹ്വാനം ചെയ്തു. കായംകുളം DYSP N. ബാബുക്കുട്ടൻ, KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് E. സമീർ, BJP സംസ്ഥാന സമിതി അംഗം പാലമുറ്റത്ത് വിജയകുമാർ, LDF പാർലമെന്ററി പാർട്ടി ലീഡർ S. കേശനാഥ്, ചേതന ഡയറക്ടർ ഫാദർ ഫ്രാൻസിസ് പ്ലാവറക്കുന്നിൽ എന്നിവർ സംസാരിച്ചു. ഗാന്ധിഭവൻ ഓർഗനൈസിംഗ് സെക്രട്ടറി മുഹമ്മദ് ഷമീർ സ്വാഗതം പറഞ്ഞു. ചേർത്തല വയലാർ ഫാൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ അനശ്വര കവി വയലാർ രാമവർമ്മയുടെ 97ാം ജന്മദിനം ആചരിച്ചു. ചേർത്തല വുഡ്ലാൻഡ്സ് ഹാളിലാണ് ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചത്. പുഷ്പാർച്ചന, ജന്മദിന സമ്മേളനം എന്നിവ നടന്നു. തപസ്സു ചെയ്യും വേഴാമ്പൽ ഞാൻ ദാഹജലം തരുമോ, ദാഹജലം തരുമോ. ചേർത്തല വുഡ്ലാൻഡ്സ് ഓഡിറ്റോറിയത്തിൽ ഛായാചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചനയ്ക്ക് ശേഷം നടന്ന സമ്മേളനം ചേർത്തല SN കോളേജ് റിട്ടയർഡ് പ്രിൻസിപ്പൽ ഡോക്ടർ T. പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. ഒരേ സമയം മനുഷ്യ സ്നേഹത്തെക്കുറിച്ച് വളരെ ഗാഠമായി പറയുകയും അതേസമയം തന്നെ മതങ്ങളുടെ നിരക്ഷരതയെക്കുറിച്ച് പറയുകയും, അതായത് മനുഷ്യസ്നേഹം എന്ന് പറയുന്നത് വളരെ ഉയർത്തിപ്പിടിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. പ്രസിഡന്റ് TP സുന്ദരേശൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി കരപ്പുറം രാജശേഖരൻ, എഴുത്തുകാരൻ TV ഹരികുമാർ കണിച്ചുകുളങ്ങര, ജോസഫ് മാരാരുക്കുളം, ടോം ജോസഫ് ചമ്പക്കുളം, വെട്ടക്കൽ ഹമീദ്,
PV സുരേഷ് ബാബു, സിസിലി എന്നിവർ സംസാരിച്ചു. ടൈം ന്യൂസ്, ചേർത്തല. ചേർത്തല കാർത്യായനി ദേവിക്ക് ഇനി അശ്ലീലങ്ങളില്ലാത്ത പൂരപ്പാട്ട്. നൂറ്റാണ്ടുകളായി തുടരുന്ന അശ്ലീലം നിറഞ്ഞ പൂരപ്പാട്ടിന് ബദലായാണ് പുതിയ പൂരപ്പാട്ട് പുറത്തിറങ്ങിയത്. അനുഗ്രഹിച്ചിടണേ ദേവി മഹാത്മ്യങ്ങൾ വാഴ്ത്തിടുവാൻ വാണി സരസ്വതി വീണ പാണിനി വന്നു വിളയാടനാവു തന്മേൽ ശ്രീ മഹാവിഷ്ണു തുണയായിരിക്കണം ശ്രീ പരമേശ്വരനു കൂടവേണേ. താനാരോ തന്നാരോ ദേവി താനാരോ തന്നാരോ. അശ്ലീല പദങ്ങൾ നിറഞ്ഞ പൂരപ്പാട്ട് ചേർത്തല ഭഗവതിക്ക് അനിവാര്യമാണെന്ന വിശ്വാസത്തെയും ആചാരത്തെയും തകർത്തുകൊണ്ടാണ് പുതിയ അശ്ലീല രഹിതമായ പൂരപ്പാട്ട് പുറത്തിറക്കിയത്. നൂറ്റാണ്ടുകളായി ചേർത്തല പൂരത്തിന് മുഴങ്ങി കേൾക്കുന്ന പൂരപ്പാട്ട് ഭക്തജനങ്ങളിൽ പലർക്കും അത്ര സുഖമുള്ളതായിരുന്നില്ല. പൂരക്കല്ലിന് അകത്ത് പൂരപ്പാട്ട് പാടില്ലായിരുന്നു. ഇപ്പോൾ ക്ഷേത്രനടയ്ക്ക് മുന്നിൽ നിന്ന് വരെ അശ്ലീലപ്പാട്ട് പാടിയാണ് പൂരാഘോഷം. ഇതിൽ പലർക്കും പ്രതിഷേധവും അമർഷവുമുണ്ട്. ആചാരവും വിശ്വാസവുമായതിനാൽ ഭക്തർ അതങ്ങ് സഹിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ചേർത്തല കാർത്യായനി ദേവിക്ക് അശ്ലീലരഹിതമായ പൂരപ്പാട്ട് സമർപ്പിക്കുന്നത്. ശ്രീ പത്മനാഭനെ ദർശിച്ചു പോരുമ്പോൾ ശ്രീ വില്വമംഗലം സ്വാമിയാര് കർപ്പൂരമെന്ന ഈ ദേശത്തു വെച്ചു കാർത്യായനി നിന്നെ കണ്ടുവല്ലോ. ചേർത്തല മുനിസിപ്പൽ 12-ാം വാർഡിൽ ശ്രീലകത്ത് വീട്ടിൽ NS വിജയൻ രചിച്ച് സംഗീത സംവിധായകൻ സജീവ് രാമൻ സംഗീതം നൽകി ആലപിച്ചതാണ് പൂരപ്പാട്ട്. അശ്ലീല പദങ്ങൾ ഒന്നുമില്ലാതെ ഭഗവതിയുടെ ചരിത്രം അടങ്ങിയ പൂരപ്പാട്ട്. ക്ഷേത്രാങ്കണത്തിൽ നടന്ന ചടങ്ങിൽ മുനിസിപ്പൽ വൈസ് ചെയർമാൻ TS അജയകുമാർ പ്രകാശന കർമ്മം നിർവഹിച്ചു. ഒരു വലിയ ഭക്തി പ്രധാനമായ ഒരു കാര്യമാണ്. അപ്പം അതിന് ഈ പൂരപ്പാട്ടുകൾ നമ്മളിലേക്ക് എത്തുകയും ദേവിയുടെ ചൈതന്യം നമ്മളിൽ എല്ലാവർക്കും കൂടുതൽ എളിമയോടെ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാ സുമനസ്സുകൾക്കും എല്ലാവിധ പ്രാർത്ഥനകളും സ്നേഹവും എല്ലാം നേരുന്നു. ഉപദേശക സമിതി വൈസ് പ്രസിഡന്റ് D സൽജി അധ്യക്ഷനായി. സെക്രട്ടറി സിനിൽ സ്വാഗതം പറഞ്ഞു. പാട്ടെഴുതിയ NS വിജയൻ, ഉപദേശക സമിതി അംഗങ്ങൾ, ഭക്തജനങ്ങൾ തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. ടൈം ന്യൂസ്, ചേർത്തല. അഖില ഭാരത അയ്യപ്പ സേവാ സംഘം ചേർത്തല വാർനാട് ശാഖയുടെ നേതൃത്വത്തിൽ ശാഖാ സെക്രട്ടറിയായിരുന്ന ബാലരാമവർമ്മയെ ആദരിച്ചു. അദ്ദേഹത്തിൻ്റെ ജന്മദിന ആഘോഷത്തോടനുബന്ധിച്ചാണ് ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചത്. ചേർത്തല വാർനാട് ദേവീക്ഷേത്രാങ്കണത്തിലായിരുന്നു ചടങ്ങ് ഒരുക്കിയത്. മാർച്ച് 25 ജന്മദിനത്തിലാണ് അദ്ദേഹത്തിന് വാർനാട് ദേവീക്ഷേത്രാങ്കണത്തിൽ വെച്ച് ഭക്തജനങ്ങളുടെ നേതൃത്വത്തിൽ അനുമോദനം നൽകിയത്. സമ്മേളനം വാർനാട് ദേവസ്വം പ്രസിഡന്റ് KN സുരേന്ദ്രനാഥ് വർമ്മ ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹം അയ്യപ്പ സേവാ സംഘത്തിലേക്ക് എടുത്തു ചാടി ഒരു സമയം പോക്കാനുള്ള ഒരു ഉപാധിയായിട്ടല്ല അദ്ദേഹം അയ്യപ്പ സേവാ സംഘത്തിനെ കണ്ടിരുന്നത്. അയ്യപ്പ സേവാ സംഘം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ചോരയിലും നീരിലും പ്രവൃത്തിയും എല്ലാം അലിഞ്ഞു ചേർന്നിരുന്ന ഒരു സംഘടനയായിരുന്നു. ദേവസ്വം സെക്രട്ടറി വെള്ളിയാവളം പരമേശ്വരൻ പൊന്നാട അണിയിച്ചു ആദരിച്ചു. അയ്യപ്പ സേവാ സംഘം വാർനാട് ശാഖാ പ്രസിഡന്റ് ഗോപാലകൃഷ്ണക്കുറുപ്പ് അധ്യക്ഷത വഹിച്ചു. ഉപഹാര സമർപ്പണം ഗോപാലകൃഷ്ണക്കുറുപ്പ് നിർവഹിച്ചു. വാർനാട് ദേവസ്വം വൈസ് പ്രസിഡന്റുമാരായ N വേണുഗോപാൽ, KN ഉദയവർമ്മ, ദേവസ്വം ട്രഷറർ PN നടരാജൻ, ജോയിന്റ് സെക്രട്ടറി അനിൽകുമാർ, രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. തണ്ണീർമുക്കം പഞ്ചായത്ത് സമ്പൂർണ്ണ ശുചിത്വ ഗ്രാമമായി മാറുന്നു. മാർച്ച് 30-ന് സമ്പൂർണ്ണ ശുചിത്വ പ്രഖ്യാപനം നടക്കും. ഇതിനു മുന്നോടിയായി വിവിധ സ്ഥലങ്ങളിൽ ശുചിത്വ സംഗമം സംഘടിപ്പിച്ചു. തണ്ണീർമുക്കം ഗ്രാമപഞ്ചായത്ത് മാർച്ച് 30-ന് മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കുന്നു. ഇതിനു മുന്നോടിയായി എല്ലാ വാർഡിലും ശുചിത്വ സംഗമവും ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു. പഞ്ചായത്ത് തല ഉദ്ഘാടനം വെള്ളിയാകുളം വഴിയിട വിശ്രമ കേന്ദ്രത്തിൽ സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് G ശശികല സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മാലിന്യമുക്ത പഞ്ചായത്തായിട്ട് തണ്ണീർമുക്കം ഗ്രാമപഞ്ചായത്തിനെ പ്രഖ്യാപിക്കുമ്പോൾ അതിനു മുന്നോടിയായിട്ട് നമ്മുടെ 23 വാർഡുകളും മാലിന്യമുക്ത സമ്പൂർണ്ണ ശുചിത്വ വാർഡായിട്ട് നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. ഇപ്പോൾ തന്നെയാണെങ്കിലും ഇന്ന് നമ്മുടെ 3-ാം വാർഡ് സമ്പൂർണ്ണ മാലിന്യമുക്ത ശുചിത്വ വാർഡായിട്ട് നമ്മൾ 3-ാം വാർഡിനെ പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മളിവിടെ തുടക്കം കുറിക്കുകയാണ്. പഞ്ചായത്ത് അംഗം മാത്യു കൊല്ലലി അധ്യക്ഷത വഹിച്ചു. അഗസ്റ്റിൻ കലവാണി, ആരോഗ്യ പ്രവർത്തകരായ സുധി S, സിന്ധു S, സ്നെബി സാബു, ആശാപ്രവർത്തകരായ മെറീന, ഷൈനി തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടികൾ ഇനി
വെക്കേഷനാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾ കളിക്കാൻ പോകുമ്പോൾ അവരോട് കൃത്യമായി പറയണം. പൂച്ചയോ പട്ടിയോ അങ്ങനെ എന്തെങ്കിലും മാന്തുകയോ ശരീരത്തെ തൊടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ വീട്ടിൽ വന്ന് ഈ കാര്യങ്ങൾ വീട്ടിലുള്ളവരോട് പറയണമെന്ന്. അങ്ങനെ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ വരികയും ഇഞ്ചക്ഷൻ എടുക്കുകയും കൃത്യമായി ചെയ്യണം. കൊച്ചുകുട്ടിയാണ് ഈ ഇടയ്ക്ക് മരിച്ചു പോയിരിക്കുന്നത്. ചടങ്ങിൽ കൃത്യമായി ഹരിതകർമ്മസേനയ്ക്ക് മാലിന്യം കൈമാറിയ പ്രൊഫസർ നീലകണ്ഠകർത്ത, ജോളി എന്നിവരെയും വ്യാപാര സ്ഥാപനങ്ങളെയും ഹരിതകർമ്മസേനാംഗങ്ങളെയും ആദരിച്ചു. ആലപ്പുഴ കാരുണ്യ പെയിൻ ആൻഡ് പാലിയേറ്റീവിൻ്റെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ തുടരുന്നു. പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച പ്രതിജ്ഞാ പരിപാടിയിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. ലഹരി വസ്തുക്കളുടെ ഉപയോഗം ഏതൊരു വ്യക്തിയുടെയും ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെയും തകർത്തു കളയുന്നിടത്തോളം ആ വ്യക്തിയുടെ കുടുംബം പൂർണ്ണമായും നശിപ്പിക്കുമെന്നും ഞാൻ തിരിച്ചറിയുന്നു. കാരുണ്യ പെയിൻ ആൻഡ് പാലിയേറ്റീവ് ലഹരിവിരുദ്ധ സന്ദേശവും ലഹരിവിരുദ്ധ പ്രതിജ്ഞയും മംഗലം വാർഡിൽ സംഘടിപ്പിച്ചു. മംഗലം മാക്സ്മില്യൻ കോൾബേ പള്ളിയങ്കണത്തിൽ വെച്ച് നടന്ന ചടങ്ങ് പള്ളി വികാരി റവറൻഡ് ഫാദർ ജിബി ജോസ് ലഹരിവിരുദ്ധ സന്ദേശം നൽകിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു. CDS ആലപ്പുഴ നോർത്ത് ചെയർപേഴ്സൺ സോഫിയ അഗസ്റ്റിൻ ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. സന്തോഷ് കുമാർ, PJ ആന്റണി, PS സാബു, AP പ്രദീപ്, മനോജ് വർഗീസ് തുടങ്ങിയവർ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ടൈം ന്യൂസ് ആലപ്പുഴ. പ്രധാന വാർത്തകൾ വേണ്ടു. അഖില ഭാരത ഭാഗവത മഹാസത്രത്തിന് ആലപ്പുഴ കലവൂർ മാരൻകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ വിപുലമായ ഒരുക്കങ്ങൾ. ഏപ്രിൽ 3 മുതൽ 14 വരെയാണ് സത്രം നടക്കുന്നത്. ആരംഭ ദിവസം 16,008 ഗോപികമാർ അണിനിരക്കുന്ന ഗോപികാ സംഗമം നടക്കും. കുട്ടനാട് മാമ്പുഴക്കരിയിൽ വയോധികയെ കെട്ടിയിട്ട് സ്വർണവും പണവും കവർന്ന സംഭവം. സ്വർണം സംബന്ധിച്ച അവ്യക്തത. ലഭിച്ച സ്വർണം മുക്കുപണ്ടമാണെന്ന പ്രതികളുടെ മൊഴി. ആലപ്പി കാത്തലിക് അഭിഷേകാഗ്നി കൺവെൻഷൻ മാർച്ച് 28 മുതൽ 30 വരെ. ആലപ്പുഴ പഴവങ്ങാട് മാർസ്ലീവ ഫൊറോന പള്ളിയിലാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചിട്ടുള്ളത്. അർത്തുങ്കൽ ഫിഷിംഗ് ഹാർബർ നിർമ്മാണം പൂർത്തിയാക്കാത്തതിൽ പ്രതിഷേധം. അർത്തുങ്കൽ ഹാർബർ എഞ്ചിനീയറിംഗ് ഓഫീസിലേക്ക് മത്സ്യത്തൊഴിലാളികൾ മാർച്ചും ധർണയും നടത്തി. തണ്ണീർമുക്കം ബണ്ട് തുറക്കുന്നത് ഉൾപ്പെടെയുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ധീവരസഭ പ്രക്ഷോഭത്തിലേക്ക്. തണ്ണീർമുക്കം പ്രോജക്ട് ഓഫീസിന് മുന്നിൽ നടന്ന ധർണാ സമരത്തിൽ 100 ആളുകൾ അണിനിരന്നു. പ്രസിദ്ധമായ ചേർത്തല കടക്കരപ്പള്ളി കണ്ടമംഗലം ശ്രീ രാജരാജേശ്വരി മഹാക്ഷേത്രത്തിലെ മഹോത്സവത്തിന് ഭക്തിനിർഭരമായ തുടക്കം. ബ്രഹ്മശ്രീ ജിതിൻ ഗോപാൽ തന്ത്രികൾ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. ഏപ്രിൽ 2 സമാപിക്കും. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകും. നമസ്കാരം.